നമസ്കാരം, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, കോപ്പവേർഡ് ബൈ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ആദ്യം തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന ഹരിതകർമ്മസേനയിലെ ചെങ്ങളായിലുള്ള എല്ലാ ചേച്ചിമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആൻഡ് കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. വെൽക്കം, സുസ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഉഷാറായിട്ട് പോകുന്നു. പുതിയ തമാശകൾ കേൾക്കാനും പുതിയ സ്കിറ്റിന്റെ കോണ്ടന്റുകൾ അറിയാനും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണോ ഗൈസ്? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തെ ടീമിനെ വിളിക്കട്ടെ. രാജേഷ് കൊട്ടാരത്തിൽ, ഹരി, സുഹിത്ത്. ലെറ്റ്സ് വെൽക്കം. ഇത് ഐറ്റം വേറെ. എടാ നമുക്ക് മറ്റേ കളി കളിക്കാടാ. അല്ല ഒന്നുകൂടെ ഞാൻ വെച്ചില്ല വെക്കടാ. അതെ അടി അടി ഇരിക്കണടി. ഞാൻ കളിക്കുന്നില്ല. പോ. കൈ വേന എടുത്ത് ഇതാ നിന്നെ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത്. ഞാൻ കളിക്കുന്നില്ല. പോടാ. എടാ മറ്റേ ചാക്കോ സാറൊക്കെ വന്നിട്ടുണ്ടോ? അറിയത്തില്ല. എല്ലാരും ടൂർ പോയെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇല്ലല്ലേ, മൊത്തം പിള്ളേരും ടൂർ പോയേക്കോ അല്ലയോ? പിന്നെ എടാ ഇന്നലെ ഭയങ്കര രസമുണ്ടായി. എന്തോടാ? ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് 4:30 വീട്ടിൽ ചെന്നപ്പം ഞങ്ങളുടെ വലിയച്ഛൻ വാതക്കൽ ഇരിപ്പുണ്ടേ. എന്നോട് ചോദിക്കോ നാളെ പഠിത്തമില്ലേന്ന്. അതെന്തോ? ഞാൻ പറഞ്ഞോണ്ട് പഠിത്തമുണ്ട്. പിന്നെ എന്തിനാ നീ തിരുതി വെച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാളെയും പോകണ്ടേന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോ നാളെ പായും കൊണ്ടേ വരത്തുള്ളൂ. ഞാനും ആലോചിച്ചപ്പോ അതാ നല്ലത്. ഞങ്ങളുടെ വീട്ടിലുണ്ടോ അപ്പൂപ്പ ഇതുപോലെ? ഞാൻ അപ്പൂപ്പനെ ഇന്ന് പറ്റിച്ചില്ലയോ? എന്തുവാ? ഞാൻ പറഞ്ഞു അപ്പൂപ്പന്റെ പറഞ്ഞു അപ്പൂപ്പ എനിക്ക് ഡ്രില്ല് ബുക്ക് മേടിക്കാൻ പൈസ തരണേന്ന്. ഞാൻ പറ്റിച്ചോ? ആ പൈസ നമുക്ക് മുട്ടായി മേടിക്കാനൊക്കെ ഉണ്ട്. ബുക്കോ? എടാ എനിക്ക് ഇന്നേ ഇത് തരുവാടാ നിന്റെ എന്തുവാ? സൈക്കിള് വീട്ടിൽ കൊണ്ടുപോയി. സൈക്കിള് ഞാൻ തരുന്നില്ല. എന്തോ ഇന്ന് വൈകിട്ട് തോടാ സൈക്കിള്? വേണ്ട, എനിക്കറിയാം നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന ആ വഴി ഒരു ഇടുക്ക് വഴി. ആ മതിലും ചെന്നടിച്ച് മിറ്റിലെല്ലാം കൊണ്ട് കയറ്റുന്നില്ല. ഇല്ല ഞാൻ ഇറക്കിക്കൊണ്ട് പോകുമ്പോ മതിൽ ഇടിക്കത്തില്ല. വേണ്ട, ഞാൻ തരത്തില്ല. നീ ഇടിക്കത്തില്ല. സൈക്കിള് കയറ്റണോ? ഇല്ല ഇടിക്കത്തില്ല, ഞാൻ കൊണ്ടുപോകും. എടാ സൈക്കിള് കയറ്റാന്. സൈക്കിള് കയറ്റാനാ. എടാ കവലെ നിന്നാ കേൾക്കാമല്ലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? സാറ് സൈക്കിള് വഞ്ചോ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാ. എന്തേ നിന്റെ സൈക്കിള്? ഞാൻ സൈക്കിളായിട്ട് ആ സൈക്കിൾ കൊണ്ടുവന്ന് വെളി വെക്ക്. എവിടെ പോവാ? സൈക്കിൾ കൊണ്ട് വെക്കാം. അതിന് നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ? ഇല്ല. ആ കയറി ഇരിക്കാം അവിടെ. എന്തൊരു കേട്ടോ ഉടനെ അങ്ങ് ചാടി പോവാ. നിന്നെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോ ടൂർ പോയി. ഇന്ന് സാറ് നമ്മളെ കൊല്ലും. നമ്മൾ രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ വഞ്ചൊക്കെ ഒഴുകി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ? സാറുമാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത്. കേട്ടോ? അതെടാ അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റ്. പ്രസിഡന്റോ? പ്രസന്റ്. ആ ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡ് അല്ലടാ, ആബ്സെന്റ്. വരുണുണ്ടോ? വരുണ്ട ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കോ? ദൃശ്യ സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നുണ്ടോ? വരുണിന്റെ എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരേണ്ട കാര്യം ചോദിച്ചേ. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അത് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളച്ചൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ വിടില്ല. അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയടാ. നീ പറ. മഞ്ചരി നീ പറയടാ. പാസ്. അറേ ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണോ ഞാൻ പറഞ്ഞത്? അഖിലെ നീ വാങ്ങിക്കും കേട്ടോ. സാറ് പറയട്ടെ. ശതകാകളി വൃത്തത്തിൽ 2ാം പാതയിൽ 2 അക്ഷരം കുറഞ്ഞിടില്ല. അതെന്തായിടും? മഞ്ഞേരി. റേഷനരി. എടാ 2 അക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി. അതില്ലേ സാറേ, അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. 2 അക്ഷരം കുറഞ്ഞിടില്ല, അത് മഞ്ചരി ആയിടും കേട്ടോ. അഖില് പറയണം കേട്ടോ. പദ്യം അറിയാമോ? പദ്യം എനിക്കറിയാം. ചെലന്തി കടിച്ചതിന്റെ ആണോ മഞ്ഞപ്പിത്തത്തിന്റെ ആണോ? മലയാളം പദ്യം അറിയാമെന്ന്. മലയാളം പദ്യം അല്ല. ഒരു പാട്ടില്ലേ അതോ? ആ എഴുന്നേറ്റ് പാടാം കേട്ടോ. മുന്തി കഴിഞ്ഞോ? മുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ? എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്, അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? വിഷയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ 3 അവസ്ഥകളുടെ പേര് പറ.
അപ്പൊ പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട്ട് വെക്കുക. സംസാരിക്കാൻ എഴുന്നേറ്റൊന്ന് പറയാം. ആ. കരം ആ രാഘവം. ആ രാഘവനോ? രാഘവനല്ല, ആ കരം രാവകം. ആ മൂന്നാമത് ഒരെണ്ണം കൊണ്ട് അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. കറക്റ്റ്. അടുത്തേ ഞങ്ങൾ ഒപ്പിച്ചടാ നീ. ഞാൻ ഒപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്ത. ഇവിടെ കേൾക്കണം. ഉടനെ അവനോട് സംസാരിക്കാൻ പോവാ. അവിടെ ഇരുന്നോണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ, ഒരു കാര്യവും. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ആ ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ? പറ. H2O. തേച്ചിട്ട് പോയോ? H2O. ഹെഡ്സെറ്റ് ഇല്ലയോ? H2O. ആ H2 ഓ H2 ഓ. അപ്പൊ അങ്ങനെ അങ്ങനെ ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിയാം. അടുത്ത നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഒറ്റടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനോ? ആ പറ. ചാരിത്രം. ചാരിത്രം എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിരമിഡ് മുണ്ടക്കയം കഴിഞ്ഞ് അങ്ങ് കുമളി കഴിഞ്ഞ അത് പീരിമേട്. പീരിമേടാണ്. പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന്? അതെവിടാ? ആ വെളിയിലാ, എനിക്കറിയാം. എവിടാ സാറേ? ആ ആറ് പറ. സാറെന്ന് പറഞ്ഞെന്നാ? വനജ ടീച്ചറേ, വനജ ടീച്ചറെ ഈ പിരമിഡ് അല്ല എനിക്കറിയാതെ എവിടാന്ന്. പക്ഷെ 5 മണിയാകുമ്പോഴോ ബസ്സിന് വരത്തില്ലേ? ആ തൂവാലെ ടീച്ചർ ഒന്ന് വിരിച്ചിട്ടേക്കണേ. ആ ഓക്കെ. എവിടാ സാറേ? മറ്റേ എവിടാ? എവിടെ? മുമ്പേ ആരും ചോദിച്ചില്ലേ? സാറിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറായില്ല. ഇല്ല, ഇനി അറിയാൻ വേണ്ട. ആ പിരമിഡിന് എവിടെയാണ് നിന്നോ? വാസ്കോഡെ ഗാമ കാലു കുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട് അത് ഉച്ചക്ക്. വാസ്കോഡ് ഗാമ കാലു കുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. ആ കാപ്പാട്. ആ നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല. എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര്? കീഴടക്കിയത് ആ പറ. കീഴടക്കിയത് നീൽ. ഞാനോ? നീലല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടെ അത് ചന്ദ്രനിൽ പോയത്. അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയച്ച് ഇതാരോട് പോരത്തില്ലായിരുന്നു. അത് നിന്റെ കുഞ്ഞമ്മയുടെ വീടാണോ? തോന്നുമ്പോ കേറി പോകാനും ഇറങ്ങി വരാൻ. ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്താ? മൈന. ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോടാ. അടിക്കരുത്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അത് വലിച്ചു പിടി അങ്ങോട്ട്. ഇത് വലിച്ചു പിടിക്കണ്ട, ഉടുക്ക് വായിക്കാനാണ്. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയട. മൈനെ മയിലേ. പറയട മയിലേ. മയിൽ. ആ പോയിരിക്കും. ഒരു കിളി നിമിത്തം എന്ത് തള്ളി കിട്ടിയടാ. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. അല്ല ചെന്ന് മേടിക്കടാ, ചെന്ന് മേടിക്കേ. കൈ നേടാ. ആ വിളിച്ചിരിക്കുന്നില്ല കിളി. വാ വിളിച്ചിരിക്കുന്ന കിളിയുടെ പേരെന്തുവാ? വേയ ആദ്യം. എടാ വേമ്പാഴൽ. വേമ്പാഴൻ. വേഴാമ്പൽ. 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 അവിടെ പോയിരിക്കും. എനിക്കും അറിയാറില്ല. ഇനി ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറ. നീ പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. അവധി കിട്ടിയ 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ആ ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടെ പോയിരിക്കും. സാന്ദ്രം കിട്ടാ പാടാ. ഒന്നുമില്ലേ? ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തൂമ്പ. ഊമ്പയല്ല, ഊന്താലി. ഊമ്പ എവിടെടാ? തുമ്പോണ് പന്തളം. തുമ്പോണ് പന്തളോ? എടാ തുമ്പോണല്ല, തുമ്പ. അതൊരു പൂവല്ലേ തുമ്പ? തുമ്പ പൂവാ സാറേ. പൂവായിരുന്നു. ആ തുമ്പ പൂവാ. ഇതായിരിക്കും. പുസ്തകത്തെ നോക്കിയിരിക്കടാ. തുമ്പപ്പൂ ഇല്ലയോടാ? ഉണ്ട്. ടീച്ചറെ പിള്ളേര് പറയുന്നത് തുമ്പപ്പൂ വന്നു. മുല്ലപ്പൂ അല്ല, തുമ്പപ്പൂ വന്നു. പിന്നെ 5 മണിക്കത്തെ ബസ്സിന് വരുമല്ലോ. ശരി ഞാൻ വെക്കുവാന്നേ. സാറേ തുമ്പ എവിടാ? മറ്റേ തുമ്പ
റോക്കറ്റിന്റെ. തുമ്പപ്പൂവുണ്ട്, തുമ്പച്ചോറുണ്ട്, തുമ്പ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥലമുണ്ട്, മനസ്സിലായോ? ഇനി ആസ്ട്രേലിയയുടെ ഇങ്ങനെ വെച്ചൊരു അടിയൻ അങ്ങ് തരും. അയ്യോ, അടക്കി വെച്ച് കേട്ടോ. അടിക്കല്ലേ അടിക്കല്ലേ. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൺകുരു. എടാ കങ്കാരു. കങ്കാരു കൺകുരുന്ന്. എന്തുവായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന്റെ പടത്തൊക്കെ കണക്ക് നോക്കാം. കണക്ക് നോക്ക് സാറേ. എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് കണക്കാ. ഇങ്ങോട്ട് വാ, എഴുന്നേറ്റ് വാ, നീ ഇങ്ങോട്ട് വാ. ഞാനോ? എഴുന്നേറ്റ് ചെല്ലടാ. അതിലോട്ട് പോടാ, ചെല്ല്. ബോർഡിന്റെ അവിടെ അല്ലേ ചെന്ന് കയറിക്കോടെ. എഴുത ചോക്കെടുക്കടാ. ഒറ്റ അടിയാൻ തരും ഞാൻ. ചോക്കെടുക്കാൻ തല്ല് കൊള്ളായിരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞോളാം, മിണ്ടായിരിക്കും അവിടെ. ഇന്നത്തേക്കൊന്ന് തുടക്കം എന്തോലും എഴുതടാ. വളച്ച് ഞാൻ വിടിഞ്ഞാൻ. പറഞ്ഞു കൊടുക്ക സാറേ. പറഞ്ഞു കൊടുക്ക അവൻ എഴുതാനുള്ളത്. ഒറ്റ കുത്തുകയും തരും, വായിക്ക്. ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദകോണുകളുടെ അളവുകളുടെ തുക എത്ര? എഴുതിയോ? മിടുക്കൻ. എന്തുകൂടെ എഴുതി വെച്ചേക്കുന്നേ? സമം 0 ത്രികോണം. അവൻ പറഞ്ഞു പാദം കാല് പൊക്കി കാണിച്ചു. ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ? ഞാൻ പറഞ്ഞില്ലേ തെറ്റാന്ന്. അതെന്തോ എഴുതിയേക്കുന്നത് എനിക്കും അവനും മനസ്സിലായി. പിന്നെന്തുവാ? പിന്നെന്ത് എടോ വലിച്ചു അടി ഓടിഞ്ഞു. ഒരു കാര്യം ചെയ്യും, അതൊന്നും വേണ്ട. നമുക്ക് നിങ്ങൾ കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്ന ആരൊക്കെയാണ് അവിടെ? ഞാൻ കൊടുത്ത പാട്ടിന് ഞാനും പാട്ടാ കൊടുത്തേക്കുന്നത്. അന്ന് ഒരു കാര്യം ചെയ്യും, നീ ഒരു പാട്ട് പഠിക്കേ. തമിഴ് പാട്ടാണ്. പാടേ. എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്ത് ഉറവയില്ലേ. ഈ ഒരു ഉച്ചയ്ക്കും പാടണ്ട, പോയിരിക്കും. ഓ നീ പാടാ, നീ എഴുന്നേറ്റ് പാടും. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ, വരാതെ വന്ന എൻ ദേവ്യേ. ഈ പേര് കൊടുത്തായിരുന്നു? പേര് കൊടുത്തില്ലേ? കൊടുക്കരുത്. ഫസ്റ്റ് ഉറപ്പാ ഞങ്ങൾക്ക്. ഇതൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം. ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അന്ന് അത് കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം. അത് നമുക്ക് കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. അപ്പൊ കിരണനെ നമുക്ക് പഠനാക്കാം. അവൻ ടൂർ പോയി. അന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് നിന്നോളാം. അതല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ വെക്കണ്ട, ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്കാം. നീ രാജാവാ. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1 അട്ടഹസിക്ക് സമയം കളയാ. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. മന്ത്രി എവിടെയും മന്ത്രി എന്ന് പറയുമ്പം നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭോ, ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? പറഞ്ഞ രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? അത്രയും മതി. നീ വിളിയടാ. ഭടൻ എവിടെ? ഭടൻ ഞാനാ, എന്നെ വിളിക്കണം. ഒറ്റ തവണ വിളിച്ച ഭട എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു പാടാ വിളിച്ചങ്ങ് നിർത്ത. ഞാൻ അഭിനയിക്കും. എനിക്ക് എന്റെ പൊന്നെ സഹിച്ചോളാം. കങ്കാരന്റെ കുഞ്ഞു വന്ന പാടൻ പറഞ്ഞാലും പ്രഭു അങ്ങനൊന്നും വന്നാ പറ്റത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. പടൻ ഇങ്ങനെ വരണം. പടം വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകണ്ടേ.
ഒന്നോട് വിളിയടാ. പോടൻ വരട്ടെ. ആ ആജ്ഞാപിച്ചാലും പ്രഭു. ആ ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയൂ. കഴുത്തിയിരിക്കടാ. അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കിന് പിടിച്ച് ഞെരുക്കടാ അങ്ങ്. അങ്ങനെ ചെയ്യണോ? ആ, എന്നെ കിട്ടിയ അവസരം അല്ലയോടാ. ഭാവം വരട്ടെ. ആച്ചടാ. ആ പിടിക്കോളാം. ആ. ഞെരുക്ക്, ഞെരുക്ക്. ഒരു മിനിറ്റ്. കൈ കഴിക്കുന്നു. തിരിച്ചു പിടി. ആ അങ്ങനെ പിടി. ആ എടാ അഖിലേ, ദോ. ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാം. ഇങ്ങോട്ട് വാ. അഖിലേ, ഇതാരെന്ന് വാസനാ, കൃഷ്ണ. ഇതൊക്കെയാണല്ലേ സാറ് പറഞ്ഞത്. എന്താ പണിയാടാ കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തുപോയല്ലേ? നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ലേ സാറ് പറഞ്ഞേ? ഒറിജിനാലിറ്റി. നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ സാറേ? ആ ഭാഗത്ത് ഒന്നും കൂടെ നീ നോക്കാം. ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിലിട്ട പേര് പോലെ ഗുരുവിനു പറ്റിയ അബദ്ധം. കിടിലെന്ന് പറഞ്ഞാ കിടിലൻ. നല്ല കൈഡ് കേട്ടോ. ഉഗ്രൻ. ചേട്ടാ എന്തോ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സും കുട്ടിയും? അയ്യോ, നമ്മളെ ഒരു സ്കിറ്റ് കാണുമ്പോൾ തീർന്നു പോകരുത് എന്നാഗ്രഹിച്ച ഒരു സ്കിറ്റായിരുന്നു. കാരണം നിങ്ങളൊരു തീ കൊളുത്തിട്ട്, അതായത് നമ്മൾ സാധാരണ കുറേ കൗണ്ടറുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യം പറയാം, ഈ സ്കിറ്റ് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കളിച്ചാൽ ചീറ്റിപ്പോയത്. കാരണം ഈ മഞ്ചരി സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നതിനുള്ളൊരു കയ്യടി, അതിൻ്റെ പെർഫെക്ഷനാണ് ഇതിന് കൈയടി കിട്ടുന്നത്. പിന്നെ ആഗസ്റ്റ് 15-നെ കുറിച്ച് പറയുന്നത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആഗസ്റ്റ് 15-നെ കുറിച്ച് പറയുന്ന ചോദ്യോത്തരങ്ങളൊക്കെ നല്ല രസവും നല്ല ഫ്ലോ പരിപാടികളായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉള്ളൂ. അത് നിങ്ങൾക്കും അറിയാം. അവിടെ നമ്മൾ ചില സാധനങ്ങൾ ഏക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് സാധനങ്ങൾ മാറ്റിയതുള്ളൂ. ഭയങ്കര രസമായിട്ട് നല്ല ഓളത്തിലും താളത്തിലും. കാര്യം ഇവിടെ ഇരുന്ന് ലൈവായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർ ഓരോ വിറ്റിനും ഇരുന്ന് കൈയടിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു പെർഫെക്ഷനാണ് അതിന് കൈയടി എന്ന് പറയുന്നത്. നിങ്ങളെ കാണുവാൻ വേണ്ടി ആൾക്കാർ ഒരുപാട്, ഈ പറയുന്ന പ്രേക്ഷകർ നിങ്ങളെ കാണുവാൻ വേണ്ടിയും നിങ്ങളുടെ സ്കിറ്റുകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്ത് പ്രതീക്ഷിക്കുന്നോ അതിൽ നിന്ന് ഒരു പടി കൂടുതൽ നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു രണ്ടാം പാർട്ട് വരട്ടെ, അത് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുമോ? രണ്ടാം പാർട്ട് ഉണ്ടാവുമോ? അടിപൊളി അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക, അല്ല, ഇവർക്ക് മറ്റേ കൊച്ചേട്ടൻ മാത്രമല്ല കേട്ടോ. കൊച്ചേട്ടനും ബാലയൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാം വഴങ്ങും. അതെ, എന്ത് വഴങ്ങുന്ന ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ആ വഴക്കെടുക്കുന്നതിൻ്റെ തെളിവാണിത്. കാര്യം 3 പേരേ ഉള്ളൂ. ഒരു വലിയ ക്ലാസ് റൂമിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുക അതെല്ലാം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. നല്ല സ്ക്രിപ്റ്റ്. ആദ്യത്തെ ആ റോക്കറ്റ് വിട്ട പോലെ ഒരു വരവായിരുന്നു നിങ്ങൾ. അതേപോലെ കൗണ്ടറായിരുന്നു. എണ്ണിച്ചിരിക്കാനുള്ള കൗണ്ടറുണ്ട്. പക്ഷെ നാടകത്തിൻ്റെ ഭാഗം വന്നപ്പം കുറച്ചൊന്ന് ചിരിയുടെ ആയുധങ്ങ് മാറി. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തേതിലുണ്ട് ചിരിക്കാൻ ആവശ്യമായ ചിരി ആദ്യത്തേതിലുണ്ട്. പക്ഷേ ഇനിയെങ്കിലും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് എൻ്റെ വരെ ഇതേപോലെ ഫോളോ ചെയ്ത് വന്നാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടം വെച്ചങ്ങ് എന്തെങ്കിലും ഒരു എൻഡ് പറഞ്ഞ് അതിൻ്റെ പേര് അങ്ങ് നിർത്തിയേക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 3 പേരും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഞാനിതിനകത്തേ തമാശ എവിടെയാണ് ഇല്ലാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം നസീർക്കൊക്കെ പറഞ്ഞ പോലെ അവസാനത്തെ ആ ഒരു കാര്യത്തിൽ അത് വേണ്ടായിരുന്നല്ല, ഇല്ലായിരുന്നു. പക്ഷെ അവിടെ മാത്രമേ ഒരു വലിച്ചിലുണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ തമാശകളും ഏറ്റിട്ടുണ്ടായിരുന്നു. ചില സാധനങ്ങൾ ക്ലൈമാക്സിൽ കുരക്കിന് പിടിക്കുന്ന സംഭവങ്ങൾ അതൊത്തിരി വലിഞ്ഞോ എന്നുള്ള സംശയം മാത്രമേ. ബാക്കി എൻ്റെ പൊന്നെ എന്താ പറയണത്, കൗണ്ടറുകളുടെ ബഹളം വരുന്നു. കാരണം ഒരെണ്ണം പോലും ചിരിക്കാണ്ടിരുന്നിട്ടില്ല. എല്ലാത്തിനും ചിരിച്ച്. എന്നാലും ഒരു മിക്കവാറും സാധനങ്ങളൊക്കെ വാസ്കോഡ് ഗാമയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു സ്നാഗിൽ വരുമ്പോൾ അതിനുള്ളൊരു പവർ ഭയങ്കരമുണ്ട്. നിങ്ങൾ താത്തി പറയുമ്പോൾ, നിങ്ങളൊരു ഒഴുക്കി പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റാണ്. അതുപോലെ തന്നെ മറ്റേ കണക്ക് കൂട്ടാനായിട്ട് പറഞ്ഞത് ചെന്ന് കയറിക്കൊടുക, പെട്ടെന്ന് കയറിക്കൊടു, പിന്നെ കിട്ടിയ അവസരമല്ലേ കുരക്കിന് പിടിക്കാനൊക്കെ. അതൊക്കെ കൗണ്ടറുകൾ നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം സ്പോട്ടിലുള്ള സാധനമാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളൊരു പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഞാൻ കണ്ടതിനേക്കാളും ഭയങ്കര മുകളിലാണ് നിങ്ങൾ കേട്ടോ. അടിപൊളി. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേട്ടാ. അപ്പം കൈവാട മാർക്കിങ് തന്നോ നസീർക്ക? ഞാനൊരു 6 മാർക്ക് കൊടുക്കും. 6000 രൂപ. ഓക്കെ ചേട്ടാ? ഞാൻ ഒരു 8000. അപ്പൊ ടോട്ടൽ 14000 രൂപയായിട്ടുണ്ട്. ടൂറിന് പോകാൻ രണ്ടുപേരും ടൂറിന് പോയില്ലല്ലോ. ഇത് വെച്ച് നിങ്ങൾ അങ്ങ് ടൂറിന് പോക്കോ? 55,000 രൂപ. അടിപൊളി. ഓക്കെ, സാറിനും കുട്ടികൾക്ക് സന്തോഷമായില്ലേ? സന്തോഷം. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും കിടലൊരു ഐറ്റമായിട്ട് വാ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ഇറക്കട്ടെ, ടീമിനെ വിളിക്കട്ടെ. ഐറ്റം വിളി. ലെറ്റ്സ് വെൽക്കം
സുമി, സുധീഷ് ആൻഡ് ദീപു. കരുണാമയനായ ദൈവമേ, കരുണാമയനായ ദൈവമേ, കാരുണ്യനിധിയായ തമ്പുരാനെ, കാരുണ്യനിധിയായ ദൈവമേ. എന്താണ് കൊടാ നീ? പ്രാർത്ഥന. ഇതാ പ്രാർത്ഥന. ഇത് സെക്രട്ടറിയോട് മാർച്ച് ചെയ്യുന്ന പോലുണ്ട്. ദൈവം എവിടെ ഇരിക്കുന്നേ? മോളിൽ. അപ്പൊ ദൈവം അങ്ങ് കേക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഉറക്കം പ്രാർത്ഥിച്ചത്. ചേട്ടാ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ മുറുക്കി പുറത്തു പോകാൻ പാടില്ല. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റൂലേ? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ? നമ്മുടെ ഒച്ച മുറുക്കി പുറത്ത് പോവരുത്. സമാധാനപരമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ശ്രദ്ധിക്കണം. ഓക്കേ. കരുണാമയനായ ദൈവമേ, കരുണാമയനായ ദൈവമേ. ഇതുവേടാ ഇത്. പെതിയെ പറയാൻ പറഞ്ഞു. കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ. മറ്റുള്ളവരോട് സമാധാനത്തോടെയും ക്ഷമയോടെയും സന്തോഷത്തോടെയും പെരുമാറുവാൻ നീ എന്റെ നാവിന് ശക്തി തരണമേ. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യരുത്. ഇനി മേലാൽ ഇത് ആവർത്തിച്ച് അങ്ങോട്ട് വന്ന് കാലെ പിടിച്ച് ഞാൻ താഴെ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ അച്ചാമ്മ പെണ്ണ് വേറെയാ. പ്രാർത്ഥിക്കണ്ടായോ? ഒരു ക്ഷമയില്ലാത്ത ഏട്ടത്തിനോട് പ്രാർത്ഥിച്ച പുണ്യാളം വാരിക്കുന്തത്തിന് എന്നെ കുത്തും. അതും ചന്നാ പിന്നാന്നിട്ട് കുത്തും. പ്രാർത്ഥിച്ചില്ല ഞാൻ നിന്നെ കുത്തും. എടാ പൊറോട്ട, ഞാൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് പൊറോട്ട എന്നല്ല, റോബോട്ടെ. ഞാൻ നിന്നെ റോബസ്റ്റേ എന്ന് വിളിച്ചോളാം. അത് പഴമല്ലേ? പിന്നെ നീ ആരാ? പഴം. ആ. അയ്യോ അല്ല, റോബോട്ട്. ഞാൻ കളിയാക്കണ ആരെയാണ്? ഇവിടുത്തെ ഒരു മാനേജരെയാണ്. ആരാന്ന്? ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്ന ആള്. കുശിനിക്കാരൻ. അത് മതി, നിന്റെ മുഖത്തിനും അത് തന്നെ ചേരുന്നത്. നെഞ്ചിലെ കല്ലിറങ്ങിയ കുശിനിക്കാരനെങ്കിൽ കുശിനിക്കാരൻ. പ്രാർത്ഥന പൂർത്തിയാക്കിയില്ലേ കാരണം കൊണ്ട്? വിശന്നിട്ട് വൈകുന്ന എന്താ വെച്ചുണ്ടാക്കിയടാ? ഇന്ന് കുത്തരി ചോറും കരിമീനും. ഞാനറിയാം നീ കരിമീൻ മേടിച്ചു. ഇന്ന് ഞാൻ കിളിമീനല്ലേ നിനക്ക് മേടിച്ചു തന്നത്? കിളിമീനാ എന്റെ ഉണ്ടാക്കലാന്നൊക്കെല്ലോ അടിക്ക് പിടിച്ച് അവസാനം അത് കരിമീനായിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് വല്ലാതെ ശ്രദ്ധയില്ല കേട്ടോ. ജോസൂട്ടി കൊടുത്തുവിട്ട സാധനം ഉണ്ടല്ലോ, അറിയാവല്ലോ, ഈജിപ്തിൽ നിന്ന്. എനിക്കറിയാം, പിരമിഡ് അല്ലേ? പിരമിഡ് അല്ലെന്ന്. പിന്നെ കാടി. എന്തോ നാടി? എന്റെ മുഖത്ത് നോക്കി എന്തോ നാടി. നീ എന്റെ മുഖത്ത് നോക്കി എന്താടി? അതല്ല, ഏട്ടത്തി പറഞ്ഞില്ലേ എന്തോന്നോ ആടിയെന്ന്. അത് സ്നേക്കാടി. ഉഗ്രവിഷമുള്ള പാമ്പിനെ കുപ്പിക്കകത്തിട്ട് വാറ്റിയുണ്ടാക്കുന്ന സാധനമാ സ്നേക്കാടി. അതല്ലയോ? കൊടുത്തു വിട്ടതാ. എന്തൊക്കെ പറയാം, ജോസൂട്ടിക്ക് ഏട്ടത്തിനോട് ഭയങ്കര സ്നേഹമാ. അത് സ്നേഹം ഇല്ലാതിരിക്കോടാ. അവൻ രക്ഷപ്പെടാൻ കാരണം തന്നെ ഈ ഞാനല്ലയോ? എന്താ കാരണം? ഞാൻ നേർന്നിട്ട് അവനങ്ങ് ഈജിപ്തിൽ പോയത്. എന്തോ നേർച്ച? അതായത് നമ്മുടെ ഈ വീടിന്റെ പടിക്കന്ന് പള്ളിയുടെ മെയിൻ കവാടം വരെ ഉരുണ്ടേക്കാന്നങ്ങ് നേർന്നു. ഏട്ടത്തിക്ക് പ്രാന്താണ്. എന്താടാ? അല്ല, ഒന്നാമതേ ടാറ് പണിയൊക്കെ ആയിട്ട് മൊത്തം പാറകളാണ്. അവിടെ ആരെങ്കിലും ഉരുളുവോ? അയ്യോ, ഞാനല്ല ഉരുണ്ടത്. ജോസിറ്റിയുടെ അപ്പം വർക്കിയാ ഉരുണ്ടത്. പുള്ളി ഉരുണ്ടാ? ഓ, പള്ളിമേടെ ചെന്ന് ഞാൻ നോക്കിയപ്പം ബീട്രൂട്ട് തൊലി കളഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്നടാ. ഞാൻ ഒരു തവണേ നോക്കിയുള്ളേ. സങ്കടപ്പാണല്ലേ? സങ്കടം കൊണ്ടല്ല, എത്രന്നും പറഞ്ഞാടാ ഒരടമൂത്തേക്ക് നമ്മൾ ചിരിക്കുന്നത്. ദോഷമില്ലയോ? പാവം ഭർത്താവിനെ ദാണ്ട കോമഡി വൽക്കരിക്കുന്നു. പാവോന്ന് പറയരുത്. അങ്ങേര് എന്നോട് ചെയ്ത ചെയ്തിന് ഇത് മാത്രമല്ല ചെയ്യേണ്ടത്. അങ്ങേറെ സ്വഭാവത്തിന് എന്റെ ആങ്ങളമാർ അയാളെ അടിച്ചോടിച്ചത്. ഇപ്പോഴും ഈ വീട്ടുമുറ്റത്ത് വരുന്നുണ്ട്, ഡൈവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ. ഞാൻ പറയട്ടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്നായിക്കോട്ടെ. ഇത് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുവാണല്ലോ. ഓ, അങ്ങനെ എനിക്കൊന്നും ചാവൂല. അയ്യാടെ കാര്യമല്ല, ഞാൻ ഇവിടത്തെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ, ദാണ്ട 100 ആയുസ്. നീ അല്ലേ പറഞ്ഞു ഞാനിപ്പോ ചത്തു പോകുന്നു? അതല്ല, നിങ്ങളുടെ കെട്ടിയ വർക്കിച്ചായം വരുന്നെന്ന്. വരട്ടെ. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, കനവില് വന്നോള്. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എനിക്കും അറിയണം രണ്ടിലൊന്ന്. ഈ രണ്ടിൽ ഈ ഒരേ കണ്ണെന്ത് പറ്റി? ആങ്ങളമാരോട് ചെയ്ത കാര്യമാണ്. അത് വിട്, വേറൊരു കാര്യം. ഒന്നിൽ നീ ഈ വീട്ടിനകത്ത് എന്നെ കയറ്റണം, അല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സ് ഒപ്പിട്ട് തരണം. ഓഹോ, നിങ്ങൾ ചോദിക്കുമ്പോ എടുത്തരാം. ഞാൻ ഇത് തേച്ച് എനിക്ക് അലമാരിക്കകത്ത് വെച്ച വലിയ ഡിവോഴ്സ്. ഓഹോ, നാണമില്ലേ വർക്കിച്ച? മാരിയല്ലേ ചെന്ന് ചെവുക്കലോളൊക്കെ രണ്ടടിയും കൊടുക്കും. എന്റെ ദേഹത്തെങ്ങാണ് അത് മോശമല്ലേ? ഞാൻ ഇരിക്കുമ്പോ നിങ്ങൾ എന്തോ തിന്നുന്നു? എനിക്ക് കൊടുത്താ? പിന്നെ ദേഷ്യം കടിച്ചമർത്തിയതല്ലേ? ഇങ്ങോട്ട് വന്നാണ് ഇപ്പൊ അടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് പോയി അടിക്കണില്ലേ? എന്തിനാടാ ചെറുത് കൊടുത്ത് വലുത് വാങ്ങണത്? നാണം ഉണ്ടോ? പിന്നെ എന്തിനാ ഏട്ടത്തി കെട്ടിയത്? എടാ, ഞാൻ പെണ്ണ് കാണാൻ പോയി, ചെന്നപ്പോ ലംബോർഗിനി. ഇനി കൊണ്ടുവന്നപ്പോൾ അറിയണം അകത്തിരിക്കണത് എഞ്ചിനാ. സംസാരിക്കാൻ കൊള്ളൂലടാ. സംസാരിക്കാൻ കൊള്ളേ? നിങ്ങൾ വലിയ പകൽമാനിയ. ഏതാ പെണ്ണുങ്ങളെ കെട്ടിയാലേ ചെലവിന് കൊടുക്കണം. ചെലവിന്
ഒരു കാര്യം മാത്രം ആലോചിക്കുക. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. ഈ പറയുന്ന കുരുവേളാലും എന്റെ വീട്ടിൽ വന്ന് കള്ളച്ചോറ് തിന്നുന്നുമില്ല, എന്റെ കൂടെ വന്ന് കിടക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചോദിച്ചുകൊണ്ട് വരുന്നതുമില്ല. അതെന്തൊരു സംസാരം. കണ്ണ് തെറ്റിയ രണ്ടും കൂടി എന്റെ മോൻ ജോസൂട്ടി രക്ഷപ്പെട്ടെന്ന് കണ്ടപ്പോ ഇപ്പോഴും വന്നേക്കുവാ പിണക്കം മാറാനായിട്ട്. ജോസൂട്ടിയുടെ കാര്യം എന്റെ അടുത്ത് നീ പറയരുത്. എന്തുകൊണ്ട് ഞാൻ പറയരുതെന്നോ? നിങ്ങൾ പറഞ്ഞടിച്ച് മുമ്പത്തെ ഒരു പല്ല് പോയപ്പോ എന്നെ ജോസൂട്ടി ഒരു പല്ല് വെച്ചെന്നോ? അത് ഒരു സ്വർണ്ണ പല്ല വെക്കാൻ കൊടുത്തത്. അതൊക്കെ ഉള്ളതന്നെ. ഞാൻ വന്ന് വീണപ്പോ ഞാൻ എന്റെ മോനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മക്കളെ അപ്പച്ചന്റെ പല്ല് പോയടാ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഉടനെ തന്നെ ഒരു സ്വർണ്ണ പല്ല് എനിക്ക് അയച്ചു തന്നടാ. കേട്ടോ, അതെടുത്ത് വെച്ചിരിക്കല്ലേ. എന്റെ അത് ഇരിക്കണ കാരണം ഞാൻ ഒരു കാര്യം ചെയ്ത്, ബാക്കി പല്ലും കൂടെ ഞാൻ ഹാമർ എടുത്ത് 2-3 ആഴ്ച കളഞ്ഞിട്ട് ഞാൻ അവനെ ഫോൺ ചെയ്ത്, മക്കളെ അപ്പച്ചന്റെ ബാക്കി പല്ലും പോയടാ, നീ എന്തെങ്കിലും ചെയ്യടാ, സ്വർണ്ണം അയക്കടാന്ന് പറഞ്ഞു. സ്വർണ്ണം അയച്ച് നല്ല രീതിയിൽ അയച്ചെന്ന് അവൻ എന്റെ അടുത്ത് പറയല്ലേ, ഞാൻ ആദ്യം അയച്ച സ്വർണ്ണ പല്ലില് അത് വിറ്റിട്ട് സെറ്റ് പല്ലി മേടിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞതാ. ഫുള്ള് സെറ്റായി. ഇതെല്ലാം സെറ്റല്ലേ? ഇവള് മാത്രം സെറ്റായിട്ടില്ല. സെറ്റായില്ല. ആണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോണോ? ജോലിക്ക് പോണം നിങ്ങള്. എന്താടി പറയണം? ജോലിക്ക് പോകുന്നില്ലെന്നോ? ഞാൻ സ്കൂബ ഡൈവർ ആണ്ടാ. എന്നെയും കൂടി കൊണ്ടുപോവോ? എന്നെയും കൂടി ഞാനും വന്ന് കിളി അടിച്ചോളാം. എവിടെ? ഏതോ സ്കൂൾ ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞു. ശിവനടുത്ത് എന്തെടുക്കും പറഞ്ഞു. ഈ റബ്ബർ വെട്ട് സ്കൂബ ഡൈവർ എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധൻ. അതിങ്ങനെ പറഞ്ഞത് ശരി കേട്ടോ. നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു കായലില് ഈ മാസ്ക് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മുങ്ങിത്താരുവേ മുങ്ങിത്താരും. എന്റെ പൊന്നെ, അത് ധീരന്മാര് ചെയ്യണ പരിപാടിയാണ്. ധീരന്മാരോ? ശ്വാസം മുട്ടലിന് എന്റെ അപ്പച്ചന് ഹെൽത്തിന്ന് കൊടുത്ത മാസ്ക് ഓക്സിജൻ സിലിണ്ടറും എടുത്തിട്ട് ഇങ്ങനെ സർക്കസ് കാണിക്കുന്നത് കായലിൽ കിടന്നോണ്ട്. 3ന്റെ അന്ന് എന്റെ അപ്പം തുമ്മി. കള്ളം പറയല്ലേ, പുള്ളിയല്ലേ മുങ്ങിയത്? പുള്ളിയല്ലേ തുമ്മണ്ട? നിങ്ങളുടെ അച്ഛനെ തുമ്മ. തുമ്മില്ല പറഞ്ഞു. എന്റെ അപ്പന്റെ പേരെ പറഞ്ഞു തൊമ്മിച്ചായൻ. പരലോകം പ്രാപിച്ച് അന്ന് അടിച്ചിറക്കിയതാ ഇങ്ങനെ എന്റെ ആങ്ങളമാര് പച്ച മടലിന്. അപ്പൊ ഏട്ടത്തി ഒന്നും തടഞ്ഞില്ലായിരുന്നോ? അല്ല, ഞാൻ മടലിനല്ലോ 10 അടിച്ചോണ്ടിരുന്നത്. പിന്നല്ലേ അങ്ങനല്ലേ ചായ കണ്ണു പൊട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ അല്ലേ ചായ? എടാ അവൾ എന്തോ എനിക്ക് വല്ല എവറോളിംഗ് ട്രോഫി എന്ന് പറയണം. തരാം എല്ലാവർക്കും തരാം. നിന്റെ ആങ്ങളമാർക്കും എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. പഴയ ആളല്ല ഞാൻ. നരച്ച് കുമ്മി നിങ്ങള്. നീ നരച്ചടി, നിനക്കും നരച്ച്, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ ഇത് പഠിച്ച്. ഏത്? നിങ്ങളൊന്നും പഠിച്ചില്ല. ആദ്യം പറയാൻ ഗുസ്തി പഠിച്ചിട്ടാണ് ഞാൻ താരാസിങ്ങിനെ അറിയാമോ? താരാസിങ്ങിനെ അറിയാമോ? പ്രവീൺ റാണയെ അറിയാമോ? മിഥുൻ ചിത്തിനെ അറിയാമോ? നിനക്ക് പൈസ നീ അവിടെ ചോദിച്ചാ. അവരൊക്കെ ഭയങ്കര ഗുസ്തിക്കാരാ. എനിക്കറിയാം. ആദ്യം പറഞ്ഞ ആളെ പേര് പറയൂ. പ്രവീൺ റാണ. അറിയാം. പുള്ളി ഇപ്പൊ 2 കൊടുത്തതിന് ശേഷം ഏതോ ഒരു ചാനലിൽ കോസ്റ്റ്യൂമായിട്ട് നടക്കുകയാണ് ഈ റാണ. അപ്പൊ മിഥുൻ ചിത്ത് എന്ന് പറയുന്നത് ഇവിടെ പണ്ട് കോമഡി ഉത്സവത്തിൽ 2 കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ദുബായ് ഭാഗത്ത് എവിടെയോ ഉണ്ട് കിട്ടും. അപ്പൊ അറിയാല്ലേ? ഇതെല്ലാരും എനിക്കറിയടാ. എടാ അതൊന്നും അല്ല. നിങ്ങൾ വലിയായിട്ട് അറിയാന്ന് പറയുന്നുണ്ടല്ലോ. അവരുടെ കാര്യമൊക്കെ അങ്ങ് വിട്. ഈ നിൽക്കുന്ന ഈ പൊറോട്ടയെ മല്ലുയുദ്ധത്തിൽ തോപ്പിക്കാവോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പർ ഞാൻ ഒപ്പുവിടാം. നിങ്ങൾക്ക് ഒരു സമ്മാനവും തരാം. സമ്മാനമുണ്ട്. അടിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓടി വന്ന് കയറാ. അത് പൂട്ടാമണം വിവറേജ് അല്ല, മാറിയില്ല. പറഞ്ഞു പറഞ്ഞാൽ വന്ന് കയറാന്ന് പറഞ്ഞാൽ അതിനൊരേ വശങ്ങളുണ്ട്. അല്ലാതെ നമ്മള് ഒട്ടും വയ്യടാ എനക്ക്. എന്തെന്നെ കുഴപ്പമില്ല എനക്ക്. ഞാൻ ഈ സാധനം എടുക്കട്ടെ. നിന്നെ പോലെ ആവതില്ല എനിക്ക്. നീ ചാടിക്കൊണ്ട് സമ്മാനം ഞാൻ എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് മതി ഗുസ്തി മത്സരം. അവള് വരുമ്പോഴത്തേക്ക് ഞാൻ നിനക്ക് പൈസ വല്ലാത്ത സമ്മാനം കൊണ്ടുപോവാ. ഏട്ടത്തിയമ്മന്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ കീഴ്പ്പെടുത്തി. അവള് വരുമ്പോ ഞാൻ നിനക്ക് 15,000 രൂപ ഞാൻ തരാൻ ഇറക്കാം. നിനക്ക് 15,000 രൂപ തരും. ഉറപ്പാണോ? തരാന്ന്. സത്യം? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തോറ്റുതരാം. അവള് വരുമ്പോ ഞാൻ നൈസിന് സംഭവം കാണിക്കേ. നീ മിണ്ടായിരിക്കണം കേട്ടോ. തരണ പൈസ വരുന്നടാ. അവള് വരുന്നടാ. അവള് വരുന്നടാ. ഇങ്ങോട്ട് വന്നേ പറയട്ടെ. നമ്മുടെ ജോസൂട്ടിയിൽ ഈജിപ്തിൽ നിന്ന് കൊടുത്തയച്ചതാ ഉഗ്ര വിഷമുള്ള പാമ്പിനെ ഇട്ട് വാച്ച് നല്ല സ്വയംഭ സാധനം ഇത് പിടിച്ചേ. ഈ ചായന ഇതൊന്നും അടിക്കണം. ഈ ചായന അടിച്ചു കണ്ടിട്ട് ഞാൻ എത്ര നാളായി. മക്കളെ ഒരു കാര്യം, ഞാൻ ഇതുകൂടെ അടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വെള്ളം അടിച്ചു ഇവിടെ കിടന്നു ഞാൻ വിഷയല്ലേ. അയ്യോ, ഈ ചായ പിന്നെ നമ്മുടെ വീട്ടിലല്ല ഏത് വീട്ടിലാ കിടക്കണ്ട. ഈ ചായന അകത്തോട്ട് പോയി റെസ്റ്റ് എടുക്കങ്ങോട്ട്. സ്വീകരിച്ച് ഒരു കാര്യം ചെയ്യും. ആ പേപ്പറും വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ഒന്നും വേണ്ട. ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. പാമ്പെങ്കിൽ പാമ്പ്, ചേരെങ്കിൽ ചേരാ. ഈ പോയ മനുഷ്യനെ അന്നല്ലോ ഞാൻ ഇത്രയും നാൾ അകറ്റി നിർത്തിയത്. നേരത്തെ അങ്ങ് ക്ഷമിച്ചാൽ മതിയായിരുന്നു. ഇതാ പറയുന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഏട്ടത്തി
തമാശ എന്ന് പറഞ്ഞത് നല്ല രീതി എന്നെ അടിച്ച്. ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ട് വർക്കി അടിച്ച കൊല്ലട്ടെ. ഞാൻ ക്ഷമിച്ചാ അടിച്ചിറക്കരുത്. എന്റെ വീട്ടിലെ ഇനി ചായ താമസിക്കാൻ പോകുന്നത്. ക്ഷമിച്ചാ എടാ, മനുഷ്യന്മാരല്ലേ, തെറ്റൊക്കെ ആയാലും ആർക്കായാലും സംഭവിക്കും. നമ്മൾ വേണം അതൊക്കെ ക്ഷമിക്കാൻ. അപ്പൊ ക്ഷമിക്കാൻ പഠിച്ച്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തും കൂടി ഒന്ന് ക്ഷമിക്കുവോ? എന്തിന്? ഇടയ്ക്ക് മറ്റേ ജോസൂട്ടി കൊടുത്ത പിഷാരിടി ഇല്ലയോ? വിശാരടി അല്ല, എന്തൊരു കാടിയോ. അതെന്റെ അബദ്ധവശ ഒരു ദിവസം വീണ് പൊട്ടി. അതുപോലത്തെ ഒരു കുപ്പിയിൽ കുറച്ച് കളറുള്ള ഉഗ്രൻ ഒരു മൂർക്കമാമിനെ പിടിച്ചാൽ അതാണ് അവിടെ ഇരിക്കുന്നത്. അയ്യോ എടാ കാല, അതല്ലേ എന്റെ ഇത്തായിരുന്നു ഞാനിപ്പോ കുടിക്കാൻ കൊടുത്തത്. അയാളുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ മണമണമണാന്ന് കുടിച്ച് കാണുവടാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഡോക്ടറെ വിളിക്കാൻ പോവാണോ? അല്ല, പള്ളിയിൽ പോയിട്ട് കൂട്ടമണി അടിക്കണ്ടേ? സ്നേഹിക്കാടി ടീമിന് ഒരു നല്ല ഗൈഡ് കൊടുക്കാം. നല്ല പേര് സ്നേഹിക്കാടി. ചേട്ടാ, സുധീഷേ, ദീപു, സുമി, പൊരിച്ചു കളഞ്ഞിട്ടാ നിങ്ങള്. നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ചിരിക്കാണ്ടായിരുന്നു. 3 പേരും കസറി, ഭയങ്കര തമാശ. ഞാനൊരു കാര്യം പറയുന്നത്, ദീപുവിനൊക്കെ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂണ്ട് വിളയാടാന്ന് അറിയില്ലേ, അതിൻ്റെ ഉസ്താദാണ് കേട്ടോ. ഈ ഏത് ക്യാരക്ടർ കൊടുത്താലും വർക്കിക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നത്. കണ്ണ് അടഞ്ഞിരിക്കായിരുന്നു, കിറി ഇങ്ങനെ ഇരിക്കായിരുന്നു, കൈ ഇങ്ങനെ ഇരിക്കായിരുന്നു, കാല്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നമ്മള്. അതല്ലാതെ ഇതിന്റെ നടത്തം കണ്ടിരുന്ന ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് വെച്ചിട്ട് ഒരാൾ കൈയൊടിഞ്ഞ് വെച്ചിട്ട് നമുക്ക് തമാശ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. പക്ഷെ അതിനെ വെച്ച് ആക്ഷൻ കോമഡി ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ല ആർട്ടിസ്റ്റിനെ പറ്റുള്ളത്. അത് നമുക്ക് മടുപ്പില്ലാതെ കാണാനായിട്ട് ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ല ഗ്രാൻഡ് ആയിരുന്നു, ആദ്യം തുടങ്ങി അവസാനം വരെ അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. 3 പേരും പൂന്ത് വിളയാടുക എന്ന് പറയും. ഒരു സാധനം കിട്ടിയാൽ അത് എങ്ങനെ ചിരിപ്പിക്കാം, എങ്ങനെ കൊഴിപ്പിക്കാം നമ്മൾ കണ്ടു എന്നുള്ളതാണ്. എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഒന്നും ചിന്തിക്കാത്തൊരു സാധനം കൊണ്ട് അവിടെ തീർത്തു എന്നുള്ളത് ഉഗ്രം ക്ലൈമാക്സ്. ആ ക്ലൈമാക്സിനാണ് കൈഡ് കയറേണ്ടത്. 3 പേരും നിറഞ്ഞാടിയെന്ന് തന്നെ പറയാം. ഓൾ ദ ബെസ്റ്റ്, അടിപൊളി. താങ്ക് യു ചേട്ടാ. ഞാൻ ആദ്യം സുമിയെ പറയുള്ളൂ, നല്ല അമ്മച്ചി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള അമ്മച്ചി. നേരത്തെയൊക്കെ പള്ളിയിൽ പോകാനായിട്ട് സൺഡേ ദിവസങ്ങളിലൊക്കെ കാണാമായിരുന്നു. ഇപ്പം അതൊക്കെ കുറവാണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു സ്ക്രിപ്റ്റ്. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരെയും സെപ്പറേറ്റ് ഇവർ പറഞ്ഞുകൊണ്ട് ഞാൻ 3 പേരെ എടുത്ത് പറയുന്നില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ നിങ്ങൾ 3 പേരെ അടിച്ചു പൊളിച്ചു. നല്ല രസമുള്ളൊരു സ്ക്രിപ്റ്റ്, ഗംഭീരമായിരുന്നു. താങ്ക് യു നസീർക്ക. സ്നേഹിക്കാടിക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. ചേട്ടാ, 12,000. 12,000 രൂപ. ചേട്ടാ, ഞാനും കുറയ്ക്കുന്നില്ല, 12,000. 24,000 രൂപ. ഓക്കെ നസീർക്ക, എന്റെ ഐശ്വര്യമായിട്ട് ഒരു 10 സ്നേഹിക്കാടി വാങ്ങിക്കാനുള്ളത്. 55,000 രൂപ. അടിപൊളി, ഉഗ്രൻ. ഇതേപോലെ ഉഗ്രൻ ഐറ്റം ആയിട്ട് വരണം. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ? ഓക്കെ. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കിഷോറേട്ടൻ, ബിജുചേട്ടൻ ആൻഡ് പ്രശാന്ത് ഏട്ടൻ. സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി. ഫാനുമതി. അത് ശരിയാണല്ലോ, വലിയ ചൂടൊന്നുമില്ലല്ലോ, ഫാനുമതി. ഞാൻ പറഞ്ഞ എന്തിന് ഏസിയിട്ടുള്ള പൈസ കളയുന്നത്? ഇനി എൻ്റെ ഭാര്യ ഭാനുമതിയോട്, ഭാനുമതി, നീ എന്നെ വിട്ടേച്ച് പോയിട്ട് 15 വർഷമായി. നമ്മുടെ മകൻ വളർന്നങ്ങ് വലുതായി, അവൻ കല്യാണപ്രായമായി. അവനെ കല്യാണം കഴിപ്പിച്ച് അയക്കാന്ന് വിചാരിച്ച മുടിഞ്ഞ ഈഗോ അടിക്കും. ആർക്ക്? എനിക്ക്, അല്ലാതെ പിന്നെ ആർക്ക്? ഇതൊന്നും ശരിയല്ല കേട്ടാ. എനിക്കറിയാം ഭാനുമതി, ഇതൊന്നും ശരിയല്ലെന്ന്. അറേപ്പെട്ടല്ലേ വേപ്പപ്പെട്ട, ഇങ്ങോട്ട് നോക്കുക. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പെണ്ണ് കാണാൻ പോട്ടെ, നമുക്ക് പതുക്കെ പറ. പെണ്ണ് കാണാൻ പോണ്ടേ? എടാ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതേ, ആരും കാണാതെ ജംഗ്ഷനിൽ ആ കലിങ്ങിന്റെ അവിടെ ഒളിച്ചു നിൽക്കാനല്ലേ. ഞാൻ നിന്നെ തിരക്കി അവിടെ വരുമ്പം നീ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വട്ടം ചുറ്റൂലേ. എന്റെ പൊന്നു കുറുപ്പേട്ടാ, നിങ്ങൾ മണ്ടനാണ്, അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടെ. അത് സത്യം, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങൾ മണ്ടനായിട്ട് ജീവിക്കുകയല്ലേ? അതല്ല, നിനക്കൊരു കാര്യം അറിയാമോ? എന്തോന്ന്? എന്റെ ഭാനുമതി മരിച്ചതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. രണ്ടാമത് കിട്ടിയതാ? അത് പത്മാവതിയെ കാണുന്നവരെ മാത്രം. പത്മാവതി കാണുന്നവരെ മാത്രം? പത്മാവതി അത് ഭാനുമതിയുടെ പേരിറക്കാൻ വന്ന വൈറ്റാട്ടിയെ പോലും വെറുതെ വിടാത്ത മനുഷ്യ. അവളുമായിട്ട് അധിക കാലം ജീവിക്കാൻ പറ്റില്ല. അവളെ ഈശ്വരൻ കൊണ്ടുപോയി. അതങ്ങനെ തന്നെ, നല്ല നല്ല ആൾക്കാരെ ഈശ്വരൻ നേരത്തെ വിളിച്ച് മേളിലോട്ട് കൊണ്ടുപോകും. മോളിലിരിക്കുന്ന ഈശ്വരനല്ല, പിന്നെ കറവക്കാരൻ ഈശ്വരൻ.
അവന്റെ പാലും തൊട്ടി ആറ്റിയായിട്ടുള്ള വരവ് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവൻ പശുവിനെ കറക്കാൻ വരുന്നതല്ല എന്റെ പത്മാവതിയെ കറക്കിക്കൊണ്ട് പോകാൻ വരുന്നതാണെന്ന്. നിങ്ങളെ കുടുംബകാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അടിപൊളി പെണ്ണാണ് മീന എന്നാണ് പേര്. നമുക്ക് പെണ്ണ് കാണാൻ പോണ്ടേ? പതുക്കെ പറയടാ, അവൻ അതിനകത്തുണ്ട്. ഇതിനകത്താ? അതല്ലത് പിന്നെ അവൻ തേങ്ങ അവൻ മുറിക്കകത്തുണ്ടെന്ന്. തേങ്ങ മുറിക്കാത്ത എന്തിരിക്കാം? തേങ്ങടാ കുരിപ്പാ. അതല്ലെന്ന്. അവനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ. ബർമ്മയ്ക്ക് ആപ്പ് വെച്ചവനാണ്. ഓർമ്മയായിട്ട് എന്തെങ്കിലും കൽപ്പുണ്ടാവാൻ? എന്തിന് ഓർമ്മയ്ക്ക് ആപ്പ് വെച്ചെന്ന് പറഞ്ഞു? അയ്യേ, ഞാനൊരു ഉപ പറഞ്ഞതാ. ബർമ്മയ്ക്ക് ആപ്പ് വെച്ചവനെന്ന്. അങ്ങനെ അധികം പിടിച്ചങ്ങ് തൂങ്ങി. എന്റെ മോനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ. അവൻ ഭയങ്കര കുഴപ്പമാ. ഞാൻ പെണ്ണ് കാണാൻ പോണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊന്നു കളയും. അതുകൊണ്ട് അവൻ വന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? പെണ്ണ് കാണാൻ പോണെന്ന് പറയും. നിന്റെ ശവോടൊക്കെ ഞാനിവിടെ നടത്തും. പിന്നെ എന്ത് പറയണം? പറയരുത്. പിന്നെ നമ്മളൊരു വസ്തു നോക്കാൻ പോണെന്ന് പറയാം. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ വസ്തു നോക്കാൻ പോണെന്ന് ഒഴിച്ചു കൂട്ടാൻ വരുമ്പോ ഞാൻ പറയണം. ഒഴിച്ചു കൂട്ടാനാ? നിങ്ങളെ മോന്റെ പേര്? എടാ, ഒഴിച്ചു കൂട്ടാനെന്നല്ല, കൊച്ചുകുട്ടൻ. കൊച്ചുകൂട്ടൻ പറയണം. വിലക്ക് ആണെങ്കിലും ശബ്ദം കേട്ടാ മതി, കേട്ട് കിട്ടാൻ പറയും. കൊച്ചുകൂട്ടാ എന്താന്ന് വെച്ചാ എന്തോന്ന് വേണം? ഇവിടെ ആരും വിറക്കില്ലല്ലോ. നീ എന്നെ തൊട്ടു നോക്ക്. അതാ പറഞ്ഞത്, അവന്റെ ശബ്ദം കേട്ടാ മതി ഞാൻ പറയും. അപ്പൊ അവൻ വന്ന് ഇത് കേട്ടുള്ള അവസ്ഥ അറിയാലോ, അതുകൊണ്ട് മിണ്ടാ നിക്കണം. അച്ഛാ, ഇവിടെ ഒരു പൂടപ്പട്ടി വന്നിരിക്കുന്നു. അച്ഛന്റെ മുഖത്ത് നോക്കി പൂടപ്പട്ടിന്ന്. എന്തോന്ന് വേഷം? എങ്ങോട്ട് പോന്നു? ഞാൻ ചാവാൻ പോണു. എവിടെ പോയാലും 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കോണം. നീ ഇപ്പൊ എവിടെ പോണ്? ഞാൻ മ്യൂസിയം വരെ പോണു. പുതിയൊരു കുരങ്ങനെ കൊണ്ടു, അതിനെ കാണാൻ പോകും. അച്ഛൻ ഇവിടെ നിൽക്കുമ്പോഴാ? വേറെ കുരങ്ങ് അതല്ല, അച്ഛൻ കൊണ്ടുപോയി കാണിക്കും. കേറിപ്പോഴകത്ത്. എങ്ങോട്ട് പോകുന്നു? മീനെ കാണാൻ പോണു. മീനെ കാണാൻ പോകുന്ന? അല്ല, മീനിനെ കാണാൻ പോണ്. മീനിനെ ആ ചന്തയിൽ പോയി മീനിനെ കണ്ടാലല്ലേ നല്ല മീനാണോ ചീത്ത മീനാണോ എന്നറിയാൻ നമുക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് മീനിനെ കാണാൻ പോണ്. ഈ സ്പ്രേ ഒക്കെ അടിച്ചോണ്ടാ ചന്തയിൽ പോകുന്നത്? എടാ മക്കളെ, ഈ ചന്തയിൽ ചെല്ലുമ്പോഴേ അവിടെ മീൻ്റെ ഒക്കെ ഭയങ്കര നാറ്റമായിരിക്കൂലേ? നമ്മളെ നാറ്റം കൂടെ കൊണ്ട് ചെന്നാലേ കുടുംബത്തിന് പേര് ദോഷമല്ലേ? അതുകൊണ്ടാണ് അച്ഛൻ സ്പ്രേ ഒക്കെ അടിച്ച് മീൻ വാങ്ങാൻ പോകാന്ന് വിചാരിച്ചത്. അതാണ് അച്ഛൻ പറഞ്ഞത്. നമ്മളെ കുടുംബത്തിന് നല്ലൊരു അന്തസ്സുണ്ട്, നമ്മളത് കളയാൻ പറ്റുമോ? താനാരാ? കിടന്ന് ഉരുണ്ട് പറയല്ലേ? ഇതാരാണ്? ഇതാരാണ്? അത് പിന്നെ ട്രിപ്പിൾ എലിഫന്റ്. ട്രിപ്പിൾ എലിഫന്റാ? മൂന്നാന. മൂന്നാണ്? മൂന്നാം ബ്രോക്കർ. ബ്രോക്കർ? ബ്രോക്കർ എന്താ ഈ വീട്ടിൽ ചോദിച്ചത് കേട്ടോ. ബ്രോക്കർ പറഞ്ഞോളൂ. ഞാൻ എന്തേലും പറയാ? ബസ് വാങ്ങിക്കാൻ പോണു. അല്ല, കാറാ? അല്ല, വസ്തു നോക്കാൻ പോണു. വസ്തു എങ്ങനെ ഉണ്ട്? വാസ്തു അല്ല, കീടിലും വെളുത്തൂരിനും അല്ല, ഉണ്ടക്കണ്ണുള്ള വസ്തുവാ. അത് പിന്നെ ഈ വസ്തുവിലെ പലരും കണ്ണു വെച്ചൊക്കെ ഉണ്ടക്കണ്ണൊക്കെ വെച്ച് നോക്കി വെച്ചേക്കും. അതിനു മുമ്പ് നമ്മൾ ചെന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വസ്തു നോക്കാൻ പോണ്. എനിക്ക് മനസ്സിലായി. ബ്രോക്കർ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലായി. പെണ്ണ് കാണാൻ പോകുന്നു. ഇന്ന് പെണ്ണ് കാണാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ വീടിന് പുറകുള്ള റബ്ബർ മരത്തിൽ നിന്ന് 2 ചിരട്ട ഞാൻ എടുത്ത് മാറ്റും. അയ്യോ, അപ്പൊ നമുക്ക് റബ്ബർ പാൽ എടുക്കണ്ടേ? മുണ്ടൊന്ന് പൊക്കിയാണ്. ഈ ഇരിക്കുന്ന 2 ചിരട്ട ഉണ്ടല്ലോ, ഇതെടുത്ത് അവിടെ വയ്ക്കും. അയ്യോ, അപ്പൊ അച്ഛൻ നടക്കണ്ട, കാലിന് അടിച്ചൊടിക്കും. അച്ഛൻ, ഞാൻ സത്യം പറയാണ്. അച്ഛൻ ഇന്ന് പെണ്ണ് കാണാന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് പുറകെ ഞാനും ഇറങ്ങും. നാളെ രാവിലെ നാട്ടുകാർ പറഞ്ഞിട്ടായാലും അച്ഛൻ അറിയും. ആ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള ആശാ ലോഡ്ജിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് കല്യാണക്കുറുപ്പിന്റെ മോനെ നാട്ടുകാർ പൊക്കിയെന്നു. അങ്ങനെ ഞാൻ നാറ്റിക്കും. എനിക്കിത് വേണം. അമ്മയുടെ തരൂല, എന്റെ ഡയറിയാണ്. അതല്ല, ബ്രോക്കർക്ക് അറിയോ? നിങ്ങൾ വെയിറ്റ് ചെയ്യോ? എന്തിന്? പിന്നെ ബ്രോക്കർ അറിയോന്ന് ചോദിച്ചു. ബ്രോക്കർ അറിയുമോ എന്നല്ല ചോദിച്ചു. പിന്നെ എന്തോന്ന് ചോദിച്ചു? ബ്രോക്കർക്ക് അറിയുമോ എന്നാണ്. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയാവൂ. കടക്കൽ തിയേറ്റേഴ്സിന്റെ സംവിധായകൻ ചതിച്ച ചതിയായി. കടക്കൽ തിയേറ്ററിന്റെ സംവിധാനം ചതിച്ചാ? അവൻ നേരെ ചൊവ്വേ നാടകം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ വെളുപ്പിന് 6:30 മണിക്ക് വീട്ടിൽ വരണം. ഞാൻ നാടകം പൊളിഞ്ഞ് 12 മണിക്ക് കയറി വരുമായിരുന്നു. അങ്ങനെ 12 മണിക്ക് കയറി വന്നതിന്റെ പ്രതീകമാണ് ഈ തടി വടി പോലെ ഇവിടെ നിൽക്കുന്നത്. ഇവന്റെ അമ്മ മരിക്കാൻ നേരത്തെ അവസാനമായി എന്താ പറഞ്ഞെന്ന്? വെള്ളം അല്ല, ഉറുപ്പേട്ട, ഞാൻ മരിച്ചാൽ നിങ്ങൾ തനിച്ചായി പോവും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണം കഴിക്കാന്ന്. നിങ്ങൾക്ക് കല്യാണമല്ലേ വേണം? നിങ്ങളെ പൂട്ടിയിടണം ഇവിടെ. ഇവനെ എന്റെ മോനാണെങ്കിലും എന്റെ മോനല്ല. ഒരു ചെറ്റ വർത്താനം പറഞ്ഞ് ആടിക്കാൻ കേട്ടുകളയും. ഞാൻ സെന്റി പിടിച്ചത് Now ball is in my court. തന്റെ വായിന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നടോ. എനിക്കെല്ലാം മനസ്സിലായി. ഒരു ചിത്രം വരച്ചുപോലെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ? പ്ലീസ് മിസ്റ്റർ പവൻ കല്യാൺ, നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ കേൾക്കണം.
ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് കണ്ടുപിടിച്ച് ലോകത്തിന് ഞെട്ടിച്ച ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്നു എന്റെ അച്ഛൻ ചൗധരി. ചൗധരിയല്ല, ചൗധരി. അച്ഛന്റെ ഈ കണ്ടുപിടുത്തത്തിൽ മനം നൊന്ത് ഒരുപാട് രാജ്യക്കാർ ചാരന്മാരയച്ചു. അതിൽ അച്ഛന്റെ സഹായമായിട്ട് കൂടി ഒരു വെറും ചാരനായിരുന്നു ഈ നിൽക്കുന്ന മനുഷ്യൻ. അതെ, അച്ഛന്റെ കൂടെ കൂടി ലാബിലുള്ള എല്ലാ രഹസ്യങ്ങളും കൈക്കലാക്കിയതിനു ശേഷം ഇയാളുടെ ശ്രദ്ധയും ലക്ഷ്യവും അത് മാത്രമായിരുന്നില്ല. ഇയാളുടെ ലക്ഷ്യം സുന്ദരിയായ എന്റെ അച്ഛന്റെ ഭാര്യയിലായിരുന്നു. രാജരാജ ഗൗഡയുടെ കോടീശ്വരിയായ പുത്രി എന്റെ അമ്മ. അമ്മയെ സ്വന്തമാക്കണം പലതും പറഞ്ഞു, പ്രേരിപ്പിച്ചു. അമ്മ വഴങ്ങിയില്ല. അമ്മയുടെ കൂടെ കൂടി അപ്പോ ഇയാളുടെ കുശാഗ്ര ഒരു കാറപകടം മെനഞ്ഞെടുത്തു. അച്ഛനെ കൊന്നതിന് ശേഷം അമ്മയെ സ്വന്തമാക്കി. പിന്നെ ഇയാളുടെ ആവശ്യം വേറെയായിരുന്നു, കോടീശ്വരനാവണം. പലതും പറഞ്ഞു, അമ്മയെ വീണ്ടും പ്രേരിപ്പിച്ചു. അമ്മ മുദ്രപത്രത്തിൽ ഒപ്പിട്ടില്ല. അമ്മയെ കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ ഇയാൾ അറിഞ്ഞിരുന്നില്ല, ഈ കാപാലികൻ അറിഞ്ഞിരുന്നില്ല അമ്മയ്ക്കൊരു ചോരക്കുഞ്ഞിനെ കാരാഗ്രഹത്തിൽ വെച്ച് കിട്ടിയെന്ന്. ചൂരക്കുഞ്ഞല്ല, ചോരക്കുഞ്ഞ്. 30 വർഷങ്ങൾക്ക് ശേഷം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് തന്റെ മുമ്പിൽ 6 അടി പൊക്കത്തിൽ അന്തകനായി വന്ന് നിൽക്കുന്നു. നേനു കാവാലി ചൂപ്പിസ്ഥാനോ നരേന്ദ്ര ഷെട്ടി, തന്റെ അന്തകൻ. നരേന്ദ്ര ഷെട്ടി അതാരടാ? നിങ്ങൾ തന്നെ. അയ്യോ, വിളിക്കുന്ന ഒരു തെലുങ്ക് സിനിമകൾ കണ്ടിട്ട് അതിലെ ഡയലോഗ് പറഞ്ഞ് എന്നെ കളിയാക്കാന്ന് വെച്ചാ ഇന്ന് ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടുന്നില്ല. ഏത് സിനിമയാണ് കണ്ടത്? ചപ്പണ്ടി സൂര്യ ഏതാണ്ട് ഇന്ത്യ. എന്റെ പേര് സൂര്യ, എന്റെ നാട് ഇന്ത്യ. കൈവാക്കിലൊന്നും കയറി കൊടുക്കല്ലേ. എന്റെ ചപ്പണ്ണി കുപ്പട്ടി കാണിച്ച് കപ്പൽ ടിമിട്ടായി ആക്കി കളയും. ഒന്നാമത് ഭ്രാന്തെടുത്തിക്കാൻ വയ്യ അങ്ങനെ. ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായില്ല. സത്യം ഇവൻ എന്റെ മകനാണെങ്കിലും അവന്റെ ശബ്ദവും സൗന്ദര്യവും എല്ലാം അവന്റെ അമ്മയുടെതാണ് കിട്ടിയേക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഒന്നണ്ടാ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞത്? നരാധമൻ, ഖാൻ, സ്വന്തമായൊരു ഷഡ്ഡി ഇല്ലാത്ത എന്നെ നരേന്ദ്ര ഷെട്ടി. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ എങ്ങനെ വളർത്തിയെന്ന് അറിയാമോടാ? എനിക്കറിഞ്ഞൂടാ. അച്ഛൻ പറ. ഒരാവശ്യം പറഞ്ഞേരും കേട്ടോ. ഒരു ചിരി, 2 ചുമ, ഒരു ദീർഘനിശ്വാസം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എന്തിനാണ് അങ്ങനെ ഡബ് ചെയ്യാൻ പോയത്? സാധാരണ എന്നോട് പറയാനുള്ള ഡയലോഗ് മറന്ന് പ്ലാഞ്ചി അണ്ണാക്കി പിരിവിട്ടിക്കും. ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ അകത്തല്ല പോകുന്നത്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അച്ഛനെ കാരണം ഈ നാട്ടിൽ പോയി പെണ്ണ് കണ്ട് ഞാൻ ക്ഷീണിച്ചച്ചാ. ചീമച്ചക്കല്ല, ക്ഷീണിച്ചച്ചാ. ഏത് വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ടാലും ആ പെണ്ണ് പറയും എന്നെ കുഞ്ഞമ്മാന്ന് വിളിക്കണോ. ഞാൻ ചെല്ലുന്നതിന് മുന്നേ എത്രയും നാൾ മുമ്പ് അവിടെ പോയി പെണ്ണ് കണ്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല എനിക്ക്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ, വേറെ സ്ഥലത്തോട്ട് പോവാണ്. 5 സ്ത്രീകൾക്ക് ഒരു പുരുഷനെ മാത്രം മതി എന്നുള്ളൊരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് പോയി പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിച്ചോളാം. ഇവിടെ നിൽക്കില്ല. എനിക്കിപ്പോ മനസ്സിലായി എന്റെ ഭാഗത്താ തെറ്റ്. നമ്മുടെ മക്കൾ നമ്മളോളം വളരുമ്പോ നമ്മൾ അവർക്കൊപ്പം നിൽക്കണം. ബ്രോക്കറെ, എത്രയും പെട്ടെന്ന് ഒരു നല്ല പെണ്ണെ കണ്ടുപിടിച്ച് എന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ബംഗ്ലാവിൽ അവനും അവന്റെ ഭാര്യയുമായിട്ട് സുഖിച്ച് ജീവിക്കട്ടെ. ഞാനാണ് ഈ വീട്ടിൽ നിന്ന് പോട്ടത്. ഞാൻ പൊക്കൊള്ളാം. വിഷമിച്ച് പോണണ്ടാടാ. ഇടാ, തീർത്ഥയാത്രയ്ക്ക് പോണണ്ടാടാ. തിരിച്ചു വിളിയടാ. അങ്ങനെ തീർത്ഥയാത്രയ്ക്ക് എന്റെ പട്ടി പോകും. എന്റെ എല്ലാ യാത്രയും തീർത്തിട്ട് നീ നേരത്തെ പറഞ്ഞില്ലേ 5 പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷന്റെ രാജ്യം ഉണ്ടെന്ന്. അത് എവിടെയാടാ? എന്തിന്? 5 അമ്മമാരെ മോനായിട്ട് നിനക്ക് ഷൈ ചെയ്യാം. ചെറുതച്ഛനല്ലടാ, ഇത് വെളുത്തച്ഛനാണ്. വെളുത്തച്ഛൻ ഒരു രീതിയിൽ അടങ്ങരുത്. എനിക്ക് വേണം. അടങ്ങിയില്ല കുറുപ്പേ. നല്ല കഴിഞ്ഞു വരട്ടെ. ചെപ്പണ്ടി സൂര്യ, ലേതണ്ടി ഇന്ത്യ. വിജുക്കുട്ട ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ആദ്യം കുറച്ച് എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ഇഴച്ചിൽ പോലെ തോന്നിയിരുന്നു. പക്ഷേ കളിച്ചു വന്നപ്പോ കളിച്ചങ്ങ് കയറ്റിയിട്ട 3 പേരും കൂടി നല്ല അവസാനമൊക്കെ വന്നപ്പോ ഭയങ്കര രസമായിരുന്നു. കാരണം ആ ചാരക്കേസൊക്കെ പറയണത് കുറേ ഡയലോഗ് ഉണ്ടെങ്കിലും കേട്ടിരിക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഇടയ്ക്ക് നമ്മുടെ ബിജുവിന്റെ കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അത് എന്താണ്, ചൗവരി ചൂര മീനാണോ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് കൗണ്ടറുകളും ഇത് കേട്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ കൗണ്ടറും കൂടി വന്നപ്പോൾ അതങ്ങ് നല്ല ഗ്രാൻഡായി. പിന്നെ അവസാനം വന്നപ്പോൾ കിഷോർ ഏട്ടൻ അങ്ങോട്ട് പൊളിച്ചടിക്കുക കേട്ടാ. എന്തായാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡീസന്റ് പ്ലേ ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറയാം. അതായത് ഉഗ്രം പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ തമ്മിലുള്ള കോമ്പിനേഷൻ അവിടെ ഒരു ഇത്തിരി കോമഡി കുറവ്. പക്ഷേ പ്രശാന്തിൻ്റെ പ്ലേക്ക് ഒരു ഉഗ്രം ഗൈഡ് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. തുടക്കത്തിൽ ഒരു ചെറിയൊരു വലിവ് ഒഴിച്ചാൽ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നല്ല പ്ലേ ആയിരുന്നു. പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, കാര്യം പ്രോഗ്രാമുണ്ട്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സമയം കണ്ടെത്തി ഇത്രമാത്രം സ്കിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിമിതികളുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ വലിച്ചു നീട്ടിയില്ല, ഉള്ളത് വൃത്തിയായിട്ട് കളിച്ചു എന്നുള്ളതാണ്. 3 പേര് അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക, അല്ലെ, ചുരുങ്ങിയ സമയം കൊണ്ടേ 3 പേരും നല്ല വൃത്തിയായിട്ട് ഉള്ളത് അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിൽ പ്രത്യേകിച്ച് പ്രശാന്തിനെ ഞാൻ പറയത്തുള്ളൂ. അത്രയും ഡയലോഗ് കാണാതെ ഒരു വരി തെറ്റാതെ
നല്ല ലെജിബിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സംഭവം വേറെ പടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെങ്കിൽ പോലും ആ മീറ്റർ പിടിച്ച് കറക്റ്റായിട്ട് ആ സാധനം അവതരിപ്പിച്ചെന്നുള്ളതാണ്. അവിടം തൊട്ടാണ് സാധനത്തിന് ഒരു ഹൈപ്പ് ഉണ്ടായത്. ഈ പറയുന്ന ആദ്യത്തെ ആ ഒരു ചെറിയ ഇഴച്ചിൽ, അതൊരു ഇഴച്ചിൽ തന്നെയാണ്, അത് പറയാതിരിക്കാനും വയ്യ. പക്ഷേ അതിന് ഇങ്ങോട്ട് ശേഷം പ്രശാന്ത് വന്നതിന് ശേഷം ഈ സാധനം നല്ല ഹൈപ്പിൽ അങ്ങോട്ട് കയറി. നിസ്സാര സമയം കൊണ്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കിയെന്ന് പറയുക. ഈ സ്കിറ്റ് സമയമില്ലായിരുന്നു നിങ്ങൾക്ക്, ശകലം സമയം കൊണ്ടുണ്ടാക്കി അത് ഇത്രയും കാണാതെ പഠിച്ച് ഇത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളെ അഭിമാനം അർഹിക്കുന്നവരാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഇക്ക. എന്നാ പിന്നെ മാർക്സ് കൊടുക്കാം. ഓക്കെ, ആദ്യം മാർക്ക് കൊടുക്കുന്ന ആരാ? കൊടുത്തേക്കാം. ഞാനൊരു 11 മാർക്ക് കൊടുക്കും. 11,000 രൂപ. അടിപൊളി. ഉച്ചക്കുട്ട ചേട്ടാ? ഞാൻ ഒട്ടും കുറക്കണില്ല, 11. അപ്പൊ ടോട്ടൽ 22 മാർക്ക് എന്ന് പറഞ്ഞാൽ 22,000 രൂപ. നസീർക്ക, ബാക്കി ഞാൻ ഫലത്തിൽ വേണം, ഞങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ യാത്രയുണ്ട്. ഉണ്ട് 5 പേർക്ക് ഒരാളുള്ള സ്ഥലത്തേക്ക്, ഒരാളുള്ള രാജ്യത്തേക്ക് കാശ് ചെലവുള്ള സ്ഥലം, പാഞ്ചാലൻ അതിനെല്ലാം കൂട്ടിയാണ്ട് കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അടിപൊളി. അപ്പൊ ഉഷാറായിട്ട് അടുത്ത സ്കിറ്റിൽ കാണാം. തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. ഏതാ രാജ്യം? അറിയില്ല, അവിടെ പാരല്ലേ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, കോ പവർഡ് ബൈ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു സമ്മറി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? ആസ് യൂഷ്വൽ അടിപൊളി. കലക്കി. ഒരുപാട് ചിരിച്ചു. കണ്ണൂരുകാർ ചേച്ചിമാരെ നിങ്ങൾ എല്ലാവരും ചിരിച്ചായിരുന്നോ? ചെങ്ങളായിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ്. നിങ്ങൾ ഉഷാറായിരുന്നു. ഒരു നല്ല കൈഡ് നിങ്ങൾക്കും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഉഷാറായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.